ഹായ് ഗൈസ്. അപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായത് കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് ഒരു ആവശ്യത്തിന് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ 3 സ്ത്രീകൾ പരിചയക്കാർ തമ്മിൽ കണ്ടുമുട്ടാനിടയായി. കുറച്ച് സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 3 പേരിൽ ഒരാൾ പോവുക, അത്യാവശ്യമുണ്ട്, വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങ് പോയി. അവരങ്ങോട്ട് പോയി കഴിഞ്ഞുടനെ അതുവരെ സ്നേഹമായിട്ട് സംസാരിച്ചിരുന്നതാണ്. അവരങ്ങോട്ട് പോയി കഴിഞ്ഞുടൻ തന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിന്ന സ്ത്രീ എന്നോട് പറയുക, ഇവള് 2ാമത് കെട്ടിയതാണ്, അറിയോ? ഞാൻ പറഞ്ഞു, അറിയാമല്ലോ. ഇവളിപ്പോഴും വാടകയ്ക്കാണ് കഴിയുന്നത്. ഞാൻ പറഞ്ഞു, അതും അറിയാം. എൻ്റെ പൊന്നോ, ഭയങ്കര പരദൂഷണക്കാരിയാണ്. ഞാൻ അതിനൊന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് തോന്നി ഇവർക്ക് എൻ്റെ വീഡിയോയിൽ കൂടി ഒരു മറുപടി കൊടുക്കണം, എൻ്റെ സബ്സ്ക്രൈബറും കൂടെ. കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ അവർക്ക് മറുപടി കൊടുക്കാനുള്ള മെയിൻ കാരണം അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവരും ചെയ്തിട്ടുള്ളത്. എന്നോട് അവരെക്കുറിച്ച് പറഞ്ഞ സ്ത്രീ 2ാമത് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഒരു വാടകയ്ക്കാണ് കഴിയുന്നത്, അത്യാവശ്യം ഏഷണി ഉണ്ട്. 2 പേരും ചെയ്ത കാര്യങ്ങൾ ഒരുപോലെയാണ്. പക്ഷേ കുറ്റപ്പെടുത്താൻ എപ്പോഴും ഉത്സാഹം അടുത്തയാളെയാണ്. മനുഷ്യർ ഇങ്ങനെയാണ്, എന്തു ചെയ്യാൻ പറ്റും? ഒരേപോലെ കാര്യങ്ങൾ 2 പേരുടെ ജീവിതത്തിലും ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങ് മറച്ചു വെച്ചിട്ട് മറ്റേ ആളെ നിരന്തരം കുറ്റപ്പെടുത്തൽ. അതിനെന്തടിസ്ഥാനം ആക്കിയാണ് അവരങ്ങനെ സംസാരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഇപ്പോൾ പല സാഹചര്യത്തിലും മനുഷ്യർ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, സ്വന്തം കുറ്റങ്ങളെല്ലാം ഇങ്ങനെ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ എപ്പോഴും തരം താഴ്ത്താനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മനുഷ്യർക്ക്, എല്ലാ മനുഷ്യരും ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ചില മനുഷ്യർക്ക് അങ്ങനെ ഒരു ഭയങ്കര വാസനയുണ്ട്. പക്ഷേ ഇവരെയൊക്കെ അറിയുന്ന ആൾക്കാർ ആ കുറ്റപ്പെടുത്തിയവരെയും ഇവരെയും തങ്ങളിൽ, ഞാനല്ല വേറൊരാളാണ് തങ്ങളിൽ കണ്ടാൽ അവർ മുഖത്ത് നോക്കി പറയും, നീ അതല്ലേ ചെയ്തേക്കുന്നത്, എന്നിട്ട് നിനക്ക് അവളെ അല്ലെങ്കിൽ അവനെ കുറ്റപ്പെടുത്താൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് തീർച്ചയായിട്ടും ചോദിക്കും. ഞാൻ ചോദിച്ചില്ല, പക്ഷേ എനിക്ക് സത്യത്തിൽ ചിരി വന്നു. 2 പേരും ഒരുപോലത്തെ കാര്യങ്ങളിൽ പങ്കാളികളാണ്, എന്നിട്ട് മറ്റേയാളെ വല്ലാതെ അങ്ങ് കുറ്റപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ഈ സ്വഭാവങ്ങൾ, ഇങ്ങനെയുള്ള മനുഷ്യരോട് നമ്മൾ എന്ത് മറുപടി പറയാനാണ്? നിങ്ങൾ തന്നെ പറയൂ മറുപടി.